ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയാണ്. ഞാൻ അതിനുവേണ്ടി കുറച്ച് കടല വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഈ കടല ഇതുപോലെ ചെറുതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത്. നമുക്കിനി ഇത് കുക്കറിലിട്ട് വേവിച്ചു എടുക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തെല്ലാം ഒന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല എടുത്തു വെച്ചിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകത്തിന്റെ പൊടിയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അതിന് വേണ്ടത്. അതിനെയും ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള കടലക്കറിയാണ് ഇത്. ഈ സവോളയൊക്കെ നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതും ഒന്ന് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. പച്ചമുളകും ഒന്ന് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം. തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ല എങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ഈ തേങ്ങാക്കൊത്ത് ഇടയ്ക്ക് കടിക്കുന്നത് ഒരു ടേസ്റ്റാണ്, അതിനുവേണ്ടിയാണ് ഞാനിത് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം കളറൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് വഴന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പെരിഞ്ജീരകമാണ് ഇത്തിരി കൂടുതലായിട്ട് ചേർത്തേക്കുന്നത്. ഗരം മസാല നമ്മൾ ഒരു 1.5 ടീസ്പൂണിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ മസാലയൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് ഈ മസാല നന്നായിട്ട് വെന്ത് വരണം. നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് ഇതുപോലെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ആ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് നല്ല പേസ്റ്റ് രൂപത്തിൽ ആയി വരണം. നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. കടലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല ഇത്. പുട്ടിന്റെ കൂടെ കഴിക്കാനുള്ള കറി ആവുമ്പോൾ നമ്മൾ ഒരുപാട് ലൂസാക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇത്രയും ലൂസായാൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിനിയും ഈ മസാലയെ കിടന്ന് കുറച്ചു നേരം ഈ കടല വേവിച്ചെടുക്കണം. നമ്മുടെ കടല നന്നായിട്ട് വെന്തതാണ്, എന്നാലും ആ മസാലയുടെ ഒക്കെ ടേസ്റ്റ് പിടിക്കാൻ വേണ്ടി നമുക്കിത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഞാനിവിടെ നേരത്തെ ഉപ്പ് ചേർത്തത് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഉപ്പ് കൂടുതലായിട്ട് ചേർക്കുന്നില്ല. 5 മുതൽ 8 മിനിറ്റ് വരെ ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കടലക്കറി അടച്ചു വെച്ചിട്ട് കുറച്ച് നേരമായി. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ കടലക്കറി റെഡിയായി. പുട്ടിന്റെ കൂടെയും
ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ കടലക്കറിയാണ് ഇത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്